Watch full episodes on Jio Hotstar. നീ സ്കൂളിലൊന്നും പോയി പഠിച്ചിട്ടില്ലടാ. നീ ഇതേത് ഫയലാണോ കൊണ്ടുവന്നത്? ഇത് കൊണ്ട് എനിക്ക് ഒരു പ്രയോജനവുമില്ല. ഇത് പ്രോജക്ട് ധർത്തിയുടെ ഫയൽ അല്ല. നിങ്ങളുടെ കൂട്ടത്തില് ആർക്കാണ് ഏറ്റവും കൂടുതൽ പഠിപ്പുള്ളത്? ഞാനാണ് ഏറ്റവും വലിയ പഠിത്തക്കാരൻ ഇവിടെ പഠിച്ചതായി ഒരുത്തരെങ്കിലും ഉണ്ടല്ലോ. നീ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? BA വരെ പഠിച്ചിട്ടുണ്ടോ? സാർജി, ഞാൻ 5ാം ക്ലാസ് ഫെയിലാണ്. അയ്യേ, 5ാം ക്ലാസ് ഫെയിലോ? പഠിപ്പോ അറിവില്ലാത്ത ആൾക്കാരാണല്ലോ ഞാൻ ഇത്രയും കാലം തീറ്റിപ്പോട്ടിയത്. എന്റെ സാറേ, എനിക്ക് ഒത്തിരി പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. MA ഒക്കെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വളരെ കൊച്ചു പയ്യനായിരുന്നപ്പോ എന്റെ അച്ഛൻ കിടപ്പിലായി, പിന്നെ എന്റെ അമ്മയും കിടപ്പിലായി. പിന്നെ എനിക്ക് സഹോദരന്മാരുണ്ടായിരുന്നു. അവരെക്കാൾ എല്ലാം വലുത് ഞാനായിരുന്നു. പിന്നെ എന്താ പറയാ, എന്റെ പഠിപ്പെല്ലാം നിർത്തി. പിന്നെ ഈ കുഞ്ഞ കൈകൾ കൊണ്ട് ഞാൻ ജോലി ചെയ്യേണ്ടി വന്നു. പകല് മുഴുവൻ കഷ്ടപ്പെട്ട് രാത്രി തളർന്നു പോയിട്ടുണ്ട്. പിന്നെ രാത്രിയിൽ എല്ലാവർക്കും ഭക്ഷിക്കാനായിട്ട് ഞാൻ ഭക്ഷണം വെളിയിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നു. ഇനി എന്തോന്നാ പറയാൻ എന്റെ സാറേ, എന്റെ കഷ്ടപ്പാടിന്റെ കഥകൾ. എനിക്ക് പഠിക്കണം എന്നുണ്ടായിരുന്നു സാറേ. മിണ്ടാതിരിക്ക്. ആദ്യം നിന്റെ ഈ ഫാമിലി ഡ്രാമ മതിയാക്ക്, കേട്ടോ? ഇവിടെ ആരും കരയില്ല. ഈ ഫയൽ ഒന്നിനും കൊള്ളില്ല. ശരിക്കുള്ള ഫയൽ എവിടെ പോയേ? മോട്ടുജിയും പത്ലുജിയും ഫയൽ സ്റ്റാർ ഹോട്ടലിൽ ഒളിപ്പിച്ചിരിക്കുകയാണ്. അത് കാരണം ഇപ്രാവശ്യം ഞാനായിരിക്കും അങ്ങോട്ട് പോകുന്നത്. പിന്നെ ഞാൻ എന്റെ അഭിനയ മികവ് കൊണ്ട് ആ ഫയൽ ഞാൻ തീർച്ചയായും കണ്ടുപിടിച്ചു ഇവിടെ കൊണ്ടുവരും. ഇനി നിങ്ങൾ എല്ലാരും എന്റെ അഭിനയം കണ്ടു പഠിക്കാൻ ശ്രമിക്കേ. എന്നാൽ പോവാം. അവിടെ പോയി നമുക്ക് ആ ഫയൽ തിരയാം. വേറെ ആരെങ്കിലും വന്ന് അത് തട്ടിക്കൊണ്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് തന്നെ അത് തട്ടിയെടുക്കണം. അതുകൊണ്ട് സമയം കളയാതെ എത്രയും പെട്ടെന്ന് നമുക്ക് അവിടേക്ക് പോകാം. നമസ്തേ നമസ്തേ. ഇത് ചിങ്കത്തിന്റെ അമ്മ. അത് എന്റെ പുന്നാര മകൻ ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. ഫുർഫുറി നഗരത്തിലെ പേരുകേട്ട ഇൻസ്പെക്ടർ. അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ ആണ്. പറഞ്ഞല്ലോ, ഇംപോസിബിൾ. പിന്നെ ഇത് അവന്റെ കൂട്ടുകാർ മോട്ടു, പത്ലു, ഡോക്ടർ ജട്ക, പിന്നെ ഗസിറ്റാറാം. പിന്നെ മോട്ടുവിനെ കുറ്റവാളികൾ ഒരുപാട് ഭയക്കുന്നുണ്ട്. അവർക്കെല്ലാം ഇവൻ ശരിക്കിട്ട് കൊടുക്കുന്നുണ്ട്. വലിയ വലിയ ഗുസ്തിക്കാര് പോലും ഇവന്റെ മുന്നിൽ ഒന്നുമില്ലാതാവുകയാണ്. നമസ്കാരം. ഇതെന്റെ വൈഫും പിന്നെ ഇതെന്റെ മകളും ധർത്തി. ഒരു ഫയലില് ഞാൻ ഇവളുടെ മുഴുവൻ ബയോഡേറ്റയും തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് താങ്കൾക്ക് ഇപ്പൊ ഇവളുടെ എല്ലാ ഡീറ്റെയിൽസും അറിയണ്ടാവും. അതെ, നിങ്ങളുടെ മകൾ ധർത്തിയുടെ ഫയൽ ഞങ്ങൾ കണ്ടു. അത് കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നി ഇവളെ ഞങ്ങൾക്ക് ചെറുപ്പത്തിലെ പരിചയമുണ്ടെന്ന്. സത്യമായിട്ടും സത്യം. എന്നാൽ പരസ്പരം ഇഷ്ടപ്പെടുന്നതിന് തമ്മിൽ കാണേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ കാണണമെങ്കിൽ മോനെ നിന്റെ തല ഉയർത്തേണ്ടത് അത്യാവശ്യമാണ്. അല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ? തല ഉയർത്തു, നേരെ ധർത്തിയെ നോക്കൂ. ഇവിടെ വെക്കൂ. ശരി. ഇത് ചീറ്റിംഗ് ആണ്. ഞാനാണ് ഡോണുകളുടെ ഡോൺ, കുണ്ടലി ഡോൺ. ആരാന്ന് പറയേ?
കുണ്ടലി ഡോൺ. സബാഷ്, ഒരു ദിവസം ഞാൻ എന്റെ കൈ കൊണ്ട് നിന്നെ ഞാൻ ചമ്മന്തിയാക്കാം. ആഹാ, ഞങ്ങളുടെ കാർ ഒന്ന് പാർക്ക് ചെയ്തേക്ക്. ഗീവിന്റെ കീ മോന്, കേട്ടല്ലോ? ഇല്ല 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 ഇല്ല. ഇല്ല. എന്താ പറ്റിയെ? അമ്മാവാ. ഞാൻ ഈ അവസരം എന്നെ പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കണേ. ഞാനാണ് ഡോണുകളുടെ ഡോൺ, കുണ്ടലി ഡോൺ. ആരത് പറയേ? കുണ്ടലി ഡോൺ. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇതെന്റെ കൂട്ടാളികളാണ്. തങ്കപ്പൻ, രായപ്പൻ, ഷാജി, ശശി, ദിവാകരൻ, സുധാകരൻ, പിന്നെ ഞാനും. കല്യാണമോ, പാലുകാച്ചോ, നൂലുകെട്ടോ, മരണമോ, അടിയന്തരമോ, എന്തായാലും ശരി, ഏത് പരിപാടിയാണെങ്കിലും ശരി, ഞാൻ കുളം തോണ്ടി കൈ തരുന്നതായിരിക്കും. ഞാൻ അറിഞ്ഞു നിങ്ങളുടെ മോളുടെ കല്യാണമാണെന്ന്. എനിക്കൊരു കല്യാണം കൂടെ കുളം തോണ്ടാനുള്ള സമയമായിരിക്കുകയാണ്. ആഹാ, അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് അതുണ്ടാക്കാൻ എത്രയാണ് ചാർജ് ചെയ്യണേ? വെറും 10 കോടി രൂപ മാത്രം. അയ്യോ, വെറും 10 കോടിയോ? ഒരിക്കലും തരാൻ പറ്റൂല. എന്റെ മരുമോനെ അവനൊരു ഇൻസ്പെക്ടറാണ്. പിന്നെ ഈ മിസ്റ്റർ ബബിൾഗം ഒരു കമ്മീഷണറാണ്. ഇദ്ദേഹം നിങ്ങളെയൊക്കെ പിടിച്ച് ജയിലിലടയ്ക്കും. You are under arrest. അണ്ടർ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞാ എനിക്ക് ചിലപ്പോ മനസ്സിലാവും. പക്ഷേ എന്റെ സന്തത സഹചാരികളായ തൂക്കുകൾക്ക് അറിയില്ലല്ലോ. വെടിവെക്കൂ, പ്രശ്നം അകറ്റൂ. ഇടാ പോലെ ആ പെണ്ണിനെ ഇങ്ങ് പൊക്കിക്കോ. പെണ്ണിനെ തിരിച്ചു വേണമെങ്കിലുണ്ടല്ലോ 10 കോടി തരണം. അതെ, പെണ്ണിനെ വേഗം പൊക്കി വണ്ടിയിൽ കൊണ്ടുവന്നിട്ടേക്ക്. വേഗം. എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. എന്തിനാ വെറുതെ എന്റെ പുറകെ വരുന്ന? എന്നെ വിട്ടേക്ക്. അവർ ധർത്തിയെ പിടിച്ചുകൊണ്ട് പോകുന്നു. പോയി മോട്ടു, എന്റെ ജങ്ക്, എന്റെ ബ്രോ, കല്യാണ പെണ്ണിനെ കൊണ്ട് കുണ്ടലിനോടും ആൾക്കാർ സ്ഥലം വിട്ടിരിക്കുകയാണ്. പെണ്ണിനെ തിരിച്ചു തരണമെങ്കിലേ 10 കോടി രൂപ അയാൾ ചോദിക്കുന്നത് ജങ്ക്. എങ്കിൽ വേഗം പുറകിൽ വിട്ടു. നിൽക്ക്, ദേ കണ്ടോ, അവരുടെ കാറ് ഫ്ലൈ ഓവറിന്റെ മേലെ ടേൺ ചെയ്യുന്നുണ്ട്. ആ കാണുന്ന ഫ്ലൈ ഓവറിന് താഴെയുള്ള ഫ്ലൈ ഓവർ വഴി അവര് പോകുന്നേ. ഓക്കെ, ഞാൻ 1 2 3 പറയും. അപ്പൊ എല്ലാവരും കൂടി ഒന്നിച്ച് ചേർന്ന് ആ കാറിന് മുകളിലേക്ക് എടുത്ത് ചാടണം. എന്നിട്ട് നമുക്ക് അവരെ പിടിക്കാം. 1 2 3 ജമ്പ്. നീ എന്റെ കൂടെ വാ. നിങ്ങൾ അവന്മാരെ നോക്ക്. ചെല്. ഒരു മിനിറ്റ്, ഞാൻ ചമ്മന്തി ഉണ്ടാക്കത്തേയുള്ളൂ, ഒരിക്കലും ഫൈറ്റ് ചെയ്യാറില്ല. ഈ സമയത്തൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങള് ജോഗിങ് ചെയ്യാറാണ് പതിവ്. ഇന്നാണെങ്കിൽ എനിക്കത് ചെയ്യാനും പറ്റിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ജോഗിങ് ചെയ്യാൻ ഇതിലും നല്ല സമയം വേറെ കിട്ടില്ല. ഞാനിപ്പോ ജോഗിങ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ കാണാമേ. ബൈ ബൈ. അയ്യോ അയ്യോ, എന്റെ ധർത്തി മോളെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. താങ്ക്സ് ടു മോട്ടു പത്ലു. ഇവർ ഭയങ്കര ധൈര്യശാലികളാ. ധർത്തി ചേച്ചി, ഇന്നു മുതൽ നിങ്ങൾ ഹോട്ടലിൽ തന്നെ താമസിച്ചോ. ഞങ്ങൾ എല്ലാവരും ഒപ്പം ഉണ്ടാകും. പിന്നെ നമ്മൾ ഇവിടുന്ന് ഫുർഫുറി നഗറിലേക്ക് പോകും. ഓക്കെ മോനെ, ഓക്കെ. പിന്നെ എനിക്കൊരു പേടിയുണ്ട്, അവര് നമ്മുടെ വീട്ടിൽ വന്ന് കയറുമോന്ന്.
അല്ല, ഈ റൂം കണ്ടിട്ട് നമ്മളുടേത് പോലെ തോന്നുന്നില്ലല്ലോ. തയ്യാറായോ നീ? നീ ചെല്ല്. എന്റെ കോയിന് താഴെ വീണുപോയി. ഞാനത് എടുത്തിട്ട് വന്നേക്കാം. ഓക്കേ, പക്ഷെ പെട്ടെന്ന് വരണം. ഓഹോ, കോയിൻ തിരിച്ചു വന്നല്ലോ. അല്ല, എന്റെ ചെരുപ്പ് എവിടെ പോയി? എനിക്ക് തോന്നുന്നത് ഈ കട്ടിന്റെ അടിയിലാ വെച്ചിരിക്കുന്നെന്നാ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പക്ഷെ അതാരാ പറഞ്ഞത്? താഴെ ആരാ ഉള്ളത്? താഴെ ആരാ ഉള്ളത്? അല്ല, ആരാ എന്നെ തല്ലിയത്? വല്ലാതെ അടിച്ചു കളഞ്ഞല്ലോ എന്നെ. ആരാത്? കർട്ടന്റെ പുറകിൽ ആരാണ്? ഞാൻ ചോദിക്കുവാ, ആരാണ് കർട്ടന്റെ പുറകിലെന്ന്? എടോ, കർട്ടന്റെ പുറകിൽ നീയല്ലേ ഉള്ളത്? എന്നിട്ടാണ് ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നത്? സോറി, കർട്ടന്റെ പുറകിൽ ഞാൻ തന്നെയാണ്. കർട്ടന്റെ പുറകിൽ ഞാൻ തന്നെയാണ്. പക്ഷെ കർട്ടന്റെ മുൻപിൽ ആരാണ്? ഇവിടെയൊന്നും ആരുമില്ലല്ലോ. തീർച്ചയായിട്ടും ഏതെങ്കിലും കള്ളൻ മോഷ്ടിക്കാൻ വന്നതായിരിക്കും. എന്നിട്ട് എന്നെ വിഡ്ഢിയാക്കി ഓടി രക്ഷപ്പെടുകയും ചെയ്തു. നമ്മൾ എത്ര ദിവസം എന്ന് വെച്ചാൽ ഈ സയന്റിസ്റ്റിന്റെ വേഷോട്ട് ഇങ്ങനെ നടക്കുക. വരൂ, നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാം. ഇതൊക്കെ നമ്മുടെ സൈസിന് കറക്റ്റ് ആയിരിക്കും. അല്ല, ഈ കണ്ണട കാണാൻ നല്ല രസമുണ്ടല്ലോ. രക്ഷപ്പെട്ടോ, എന്നിട്ട് നമുക്ക് നമ്മുടെ റൂമിൽ പോവാം. മോട്ടൂജിയും പത്ലൂജിയും നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾ രണ്ടുപേരും വീൽ ചെയർ വിട്ടിട്ട് മാറി നിൽക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് എന്റെ മികച്ച അഭിനയം കൊണ്ട് ഞാൻ എങ്ങനെ അവരുടെ രണ്ടുപേരുടെയും മനസ്സിലേക്ക് കയറി കൂടുന്നതെന്ന്. അത് കഴിഞ്ഞ് ഞാൻ അവരുടെ സുഹൃത്തായി മാറും. പോ പോ, ഇവിടുന്ന് മാറി നിൽക്കേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ ചിങ്കം സാർ ഇനിയും കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ എന്താവുമെന്ന്. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. എക്സ്ക്യൂസ് മീ യങ് മാൻ, നിങ്ങളെ കണ്ടാൽ മാന്യന്മാരെ പോലെ ഉണ്ട്. നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? ഈ കോറിഡോറിന്റെ മുകളിലത്തെ അറ്റം വരെ എന്നെ കൊണ്ട് വിടാൻ കഴിയുമോ? തീർച്ചയായിട്ടും. നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട, ഞാൻ കൊണ്ടുപോയി വിടാം. പത്ലു, നീ ചെല്ല്, ഞാൻ ഇയാളെ വിട്ടിട്ട് വന്നേക്കാം. നിങ്ങൾ എന്തൊരു നല്ല മനുഷ്യനാണ്. ഈ ബോസിന് എന്താണ് ഇപ്പൊ സംഭവിച്ചത്? ഇത്ര ഓവർ ആക്ടിങ് ചെയ്യാനായിട്ട് എന്താ ഉള്ളത്? മതി മതി, ഇനിയൊന്നും പറയണ്ട, ഇനിയൊന്നും പറയണ്ട. നിങ്ങളുടെ ഈ വിഷമം എനിക്ക് കാണാൻ പറ്റുന്നില്ല. പത്ലു പറഞ്ഞോ, എന്താ സ്വിമ്മിംഗ് പൂളിലേക്ക് എത്താനോ? ഓക്കെ ഓക്കെ, ഞാനിത് ഇപ്പൊ തന്നെ വരാം. നിങ്ങളിത് എങ്ങോട്ടാ പോകുന്നേ? Watch India's largest kids library only on Jio Hotstar. Download the app now.